നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സുകന്യയ്ക്ക് അന്ത്യശാസനം കൊടുക്കുവാണ് ശ്രീദേവി, മീനാക്ഷി, മിത്രയൊക്കെ ചേർന്നിട്ട്. പിന്നീട് സുകന്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രീദേവി പറഞ്ഞു, അതെ ചേച്ചി വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നു കയറിയതാണ്. ഇപ്പൊ വന്നു കേട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും. ആ സമയത്ത് ഞങ്ങൾ ഗ്രേസ് പീരീഡ് എന്നാ പറയണേ. എന്താണെങ്കിലും ആ സമയത്തുള്ളിൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പിന്നെ അതിനുശേഷം ചേച്ചി ഇപ്പോഴീ പെരുമാറുന്ന പോലെ പെരുമാറുന്നെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ അങ്ങ് എടുക്കൂന്ന് പറയണേ. ഇതുപോലൊന്നും ആയിരിക്കില്ല ഞങ്ങളുടെ പെരുമാറ്റം പിന്നീട്. അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, അതെ, ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും മുന്നോട്ട് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ചേച്ചിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഇതുപോലൊന്നും ആയിരിക്കില്ല ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ചേച്ചിയോടുള്ള സമീപനം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മീനാക്ഷിയും മിത്രയും ശ്രീദേവി എല്ലാവരും കൂടെ ആ ഒരു താക്കീതും കൊടുത്തിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് സുകന്യക്ക് ഇഷ്ടപ്പെട്ടില്ല. നിന്നെയൊക്കെ കാണിച്ചു തരാടി, നീയൊക്കെ ആരാന്ന് നിന്റെ വിചാരം? നിന്നെയൊക്കെ ഞാൻ തെറ്റിക്കൂടി. ഈ സുകന്യനെ നിനക്ക് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ. ഈ ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ വീട് ഞാൻ കൊളവാക്കും, കുട്ടിച്ചോറാക്കും എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു സുകന്യയുടെ മനസ്സിൽ. അധികം നാളെ നീയൊന്നും ഇവിടെ സുഖിച്ചു വാഴില്ല എന്നൊക്കെ സുകന്യ മനസ്സ് വിചാരിച്ചു. സുകന്യക്കാണ് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശ്രീദേവി, മീനാക്ഷിയും മിത്രയൊക്കെ വന്ന് അങ്ങനെ ഉപദേശിച്ചിട്ട് പോയതൊന്നും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി കുറച്ച് ജോലി ചെയ്തോണ്ടിരിക്കണം. അപ്പോൾ ഓഫീസിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ വീട്ടിൽ വന്നിരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ആകാശ് മുറിയിലേക്ക് വന്നു. ആകാശ് ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെയാ. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, എന്താ ആകാശ പതിവില്ലാത്തവണ്ണം ഒരു പാട്ടൊക്കെ? എങ്ങനെ പാട്ട് പാടാതിരിക്കും? സന്തോഷം വന്നാൽ പിന്നെ പാട്ട് പാടണ്ടേ? ആ എനിക്കറിയാം. അച്ഛനോട് സുഖനേച്ചി അങ്ങനെയൊക്കെ ചോദിച്ചോണ്ടല്ലേ ആകാശിന് ഈ സന്തോഷം എന്ന് ചോദിച്ചു. അതെ, അത് തന്നെയാ സന്തോഷം. അതെ, വല്ലപ്പോഴല്ലേ ഇങ്ങനെ ഒരു അവസരം കിട്ടുള്ളൂ. എനിക്കോ ചോദിക്കാൻ പറ്റുന്നില്ല. സുഖനേച്ചി എങ്കിലും ചോദിച്ചല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷിയോടെ അത്രയ്ക്ക് അങ്ങോട്ട് കണ്ട് സന്തോഷിക്കൊന്നും വേണ്ട. ഞങ്ങൾക്കൊന്നും ഒട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം ഞങ്ങൾ സഹിക്കും. അച്ഛനെ താഴ്ത്തി കെട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലേ, അധിക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, പിന്നെ നിങ്ങൾ സഹിക്കണ്ട. അത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, എന്താ ആകാശം ഇങ്ങനെ? ആകാശന് എന്താ ഒട്ടും ബോധമില്ലേ? ഗോമതി സ്റ്റോഴ്സ് ബാലൻ എന്ന് പറഞ്ഞ ആരാ എന്താരെന്നൊക്കെ അറിയാലോ. പിന്നെ ഗോമതി സ്റ്റോഴ്സിനെ കുറിച്ചും താഴ്ത്തി കെട്ടിയല്ലേ സംസാരിച്ചേ. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന് നെടുന്നൂടെന്ന് പറഞ്ഞ ഗോമതി സ്റ്റോഴ്സാ. അച്ഛന്റെ പേര് പോലും അല്ല ഇട്ടിരിക്കുന്നത്, അമ്മയുടെ പേരാ കടയ്ക്ക് പോലും ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ആകാശിന് എങ്ങനെ തോന്നി ഈ സുകന്യച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട്? ആകാശ് പറഞ്ഞു, അതെ, പണ്ടത്തെ പോലെ ഒന്നുള്ള കാര്യങ്ങള്. കല്യാണം കഴിഞ്ഞു, ചെലവൊക്കെ കൂടും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മാമന്റെ കല്യാണം കഴിഞ്ഞു, മാമനും ചെലവൊക്കെ കൂടാൻ പോവാ. ഈ നക്കാപ്പിച്ച കിട്ടുന്നോണ്ടൊന്നുമേ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, ഇങ്ങനെ പറയരുത് ആകാശേ. ഇത്രയും കാലം അച്ഛന് ഈ കട വെച്ചാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നെ. ആയിക്കോട്ടെ എന്നും പറഞ്ഞോണ്ട്, അതെ, എനിക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. അത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു, സുകന്യേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള താക്കീത് കൊടുത്തിട്ടുണ്ട്. അധികം വൈകാതെ കാണാന്ന് പറയണം. ആകാശിനോട് ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല. ആകാശ് പറഞ്ഞു, അതെ, അവരവരുടെ നിലപാട് പറഞ്ഞതിന് നിങ്ങൾ എന്തിനാ അവർ ദേഷ്യപ്പെടാൻ പോയത്? ദേഷ്യപ്പെട്ടൊന്നുമല്ല, ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാന്ന് പറഞ്ഞു. ഇത്തിരി സമയം കഴിഞ്ഞപ്പത്തിനും ആകാശ് ചോദിച്ചു, അല്ല, എന്റെ കടയുടെ ലൈസൻസിന്റെ കാര്യം എന്തായി? അതോ, അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു പാട്ട് അങ്ങോട്ട് പാടൂന്ന് പറയണം. തൽക്കാലത്തേക്ക് ആകാശ് അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അതെന്താ മീനു നീ അങ്ങനെ പറഞ്ഞേ? അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന്, നടക്കില്ലാന്ന്. കടയുടെ ലൈസൻസും കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. ആകാശ് കട തുടങ്ങാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. ആകാശിന് ദേഷ്യമായി. ദേഷ്യപ്പെട്ട ആകാശ് തലവഴി പുതപ്പൊക്കെ മൂടി അവിടെ കിടക്കുകയാണ്. അത്രയ്ക്ക് കട്ടക്കലിപ്പായിരുന്നു. മീനാക്ഷി ഒന്ന് നോക്കി. മീനാക്ഷിക്ക് മനസ്സിലായി തന്നോടുള്ള ദേഷ്യം തീർക്കുന്നതാണ്. പക്ഷെ മീനാക്ഷി മൈൻഡ് ചെയ്യാൻ പോയില്ല. അങ്ങനെ അങ്ങോട്ട് ചെന്ന് കോംപ്രമൈസ് ആയിട്ട് കാര്യമില്ലല്ലോ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റാന്ന് പറയുക തന്നെ വേണം. മീനാക്ഷി അങ്ങനെ ഒരു നിലപാടിലാണ് മുന്നോട്ട് പോയത്. അങ്ങനെ പിറ്റേ ദിവസമായി പതിവ് പോലെ തന്നെ ഗോമതി കോലം വരയ്ക്കാനായിട്ട് ഇരിക്കുകയാണ്. മീനാക്ഷിയും ഇത്ര ദേവിയൊക്കെ അരയിലുണ്ട്. ദേവി പറഞ്ഞു, ഞാൻ വരയ്ക്കാമ്മേന്ന് പറയണ. വേണ്ട വേണ്ട, മോൾ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയണ. അതെന്താമ്മേ, ഞാൻ അവിടെ ഇരുന്ന് കോലം വരച്ചാൽ എന്താ? അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അതെ, ചേച്ചി ഒന്നിങ്ങനെ കുത്തിയിരുന്ന് വരയ്ക്കണ സമയത്തെ വയറിന് സ്ട്രെയിൻ ഒക്കെ വരും ഇങ്ങനെ കുത്തിയിരിക്കണ സമയത്ത്, അതുകൊണ്ടാ വേണ്ടാന്ന് പറഞ്ഞെന്ന് പറയണം. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, കണ്ടില്ലേ മീനാക്ഷി മോള് പറഞ്ഞേ, അതങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഗോമതി കോലം വരയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് മിത്ര ഇത്തിരി കോലപ്പൊടി എടുത്തോണ്ട് പോയി ശ്രീദേവിയുടെ മുഖത്തേക്ക് തേക്കുവാണ്. ശ്രീദേവി പറഞ്ഞു, ഇടി മിത്ര, നിന്റെ ഒരു കാര്യം പിന്നീട്
മീനാക്ഷിയുടെ മുഖത്തും കൊണ്ടേ തേച്ചു. അങ്ങനെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൃഷ്ണമംഗലത്തിൽ നിന്ന് ഇന്ദിരാമ്മ കണ്ടു. ഇന്ദിരാമ്മയ്ക്ക് സന്തോഷമായി. ദൈവമേ, ഈ സന്തോഷ സ്നേഹം എന്നും നിലനിൽന്നാൽ മതിയായിരുന്നൊക്കെ ഇന്ദിരാമ്മ മനസ്സിൽ വിചാരിച്ചു. അപ്പോഴേക്കുമാണ് സുകന്യ ഇറങ്ങി വരുന്നത്. സുകന്യ വന്ന് നോക്കി അവരെയൊക്കെ. എന്നിട്ട് ചോദിച്ചു, ആഹാ, ഇതെന്താ കോലം വരയ്ക്കുകയാണ് രാവിലെ? ഒരു കോലം വരയ്ക്കാൻ 3 പേരോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ശ്രീദേവി ഇത്തിരി മാറിയാണല്ലോ ഇരിക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, അതെ, ഞാൻ കോലം വരയ്ക്കുന്ന കുട്ടികൾ വെറുതെ ഇവിടെ നോക്കി നിന്നെന്നുള്ളെന്ന് പറയണം. ആ സമയത്ത് സുകന്യ അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോഴേക്കും മിത്ര ചോദിച്ചു, അല്ല സുകന്യേച്ചി കോലമൊക്കെ വരയ്ക്കാൻ അറിയാവോ? പിന്നല്ലാതെ, എനിക്ക് കോലം വരയ്ക്കാൻ അറിയാവോന്നോ? എന്റെ വീട്ടിൽ ഞാനല്ല കോലം വരയ്ക്കുന്നേ. അതൊക്കെ ഇന്ദിരാമ്മ കേട്ടു. ഇന്ദിരാമ്മയ്ക്ക് സന്തോഷമായി. ഞാൻ കോലം വരയ്ക്കുമ്പോഴേ അടുത്ത വീട്ടിലെ ആൾക്കാർക്ക് അസൂയോടെ നോക്കി നിൽക്കും. പെട്ടെന്ന് ഗോമതി ചോദിച്ചു, അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അതെന്താന്ന്, അത്ര നല്ല കോലമല്ലേ ഞാൻ വരയ്ക്കുന്നാലും അവിടെ ആർക്കും കോലം വരയ്ക്കാൻ അറിയത്തില്ല. എനിക്ക് അത്യാവശ്യം പെയിന്റിങ്ങും കാര്യങ്ങളും പടം വരയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കഴിവുള്ളതുകൊണ്ട് ആ രീതിക്കായിരിക്കും ഞാൻ കോലം വരയ്ക്കണേന്ന് പറയണം. മീനാക്ഷിയും മിത്ര അവരൊക്കെ പരസ്പരം നോക്കി. അല്ല, ദേവി ഇതെന്താ മാറി നിൽക്കണേന്ന് ചോദിച്ചു. അതോ, എന്നെ കൊണ്ടൊന്നും കോലം വരപ്പിക്കില്ലെന്നേ. എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ലാത്തോണ്ടൊന്നുമല്ല, എന്നെ കൊണ്ട് വരയ്ക്കാൻ സമ്മതിക്കാത്തോണ്ടാന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ. ആ സമയം മീനാക്ഷി പറഞ്ഞു, അല്ല സുകന്യേച്ചിക്ക് നന്നായിട്ട് കോലം വരയ്ക്കാൻ അറിയാന്നല്ലേ പറഞ്ഞേ? അതെ. അങ്ങനെയാണ് പിന്നെ സുകന്യേച്ചി കോലം വരച്ചോളാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഗോമതിയുടെ കയ്യിലിരുന്ന ആ കോലപ്പൊടി വാങ്ങിച്ച് സുകന്യയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുക. സുകന്യ പറഞ്ഞു, അല്ല ഞാൻ കോലം വരയ്ക്കാനോ? അതെ, സുകന്യേച്ചി കോലം വരച്ചോ, ഞങ്ങളൊന്ന് കാണട്ടെ. സുകന്യേച്ചിയുടെ കഴിവ് ഞങ്ങൾ കണ്ടില്ലെന്ന് പറഞ്ഞു. ദൈവമേ, ആകാശത്തോടെ പോയ ഇത് ഏണി കിട്ടി പിടിച്ചെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്ത് ചെയ്യാനാ? ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴേക്കും ഗോമതി എന്താ മോളെ ആലോചിക്കുന്നത്? ഒരു കോലം വരയ്ക്കാൻ ഇത്രമാത്രം ആലോചിക്കേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ ഞാന് എന്തൊക്കെ പറഞ്ഞിങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുവാണ്. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അല്ല നന്നായിട്ട് കോലം വരയ്ക്കുന്നല്ലേ, വരച്ചു തുടങ്ങിക്കോ. അല്ല അതിപ്പം ഗോമതി ചേച്ചി കോലം വരയ്ക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാ ഒരാൾ കോലം വരയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ വരയ്ക്കുന്നത് ശരിയല്ലല്ലോ. മീനാക്ഷി പറഞ്ഞു, അതിനെന്താ, കോലം വരയ്ക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ അമ്മ, അത് പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോഴേക്ക് ദേവി പറഞ്ഞു, ഇന്നെന്താ ദിവസം എന്നറിയോ? തിങ്കളാഴ്ച. അതറിയാവോ? തിങ്കളാഴ്ചക്ക് എന്താ പ്രത്യേകത? കോലം വരയ്ക്കുന്ന തിങ്കളാഴ്ച തമ്മില്. അതെ, ഒരു ശുഭകാര്യം തുടങ്ങാണ്ട് നല്ലൊരു ദിവസം തിങ്കളാഴ്ച. അതുകൊണ്ട് ചേച്ചി ഐശ്വര്യമായിട്ട് കോലം വരയ്ക്കാൻ തുടങ്ങിക്കോ. ചേച്ചി ഇവിടെ വന്നിട്ട് കോലം വരച്ചില്ലോ എന്ന് പറയണം. പെട്ടുപോയി സുകന്യ. എന്ത് ചെയ്യാൻ പറ്റും? ഒടുവില് സുകന്യ കോലപ്പൊടിയായിട്ട് അവിടെ ഇരുന്നു കോലം വരയ്ക്കാൻ തുടങ്ങുവാണ്. കോലം വരച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് ധർമ്മൻ ഇറങ്ങി വരുന്നത്. ധർമ്മം വന്നിട്ട്, ആഹാ, ഇതാരാ ഈ കോലം വരച്ചതെന്ന് ചോദിക്കണം. മീനാക്ഷി പറഞ്ഞു, മാമന്റെ ഭാര്യ തന്നെ വരച്ച. ആര്? സുകന്യോ? സുകന്യാണോ ഈ കോലം വരച്ചതെന്നൊക്കെ ചോദിച്ചു. സുകന്യ പറഞ്ഞു, അതേന്ന് പറയാണ്. അപ്പോഴേക്കും ധർമ്മനോടൊന്ന് ചിരിച്ചു. എന്റെ സുകന്യെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ കോലം കണ്ടിട്ടുണ്ടെങ്കിലേ 5ാം ക്ലാസ്സിലെ പിള്ളേര് ഇന്ത്യയുടെ മാപ്പ് വരച്ചു വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയണം. അതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാരും കൂടെ വാ പൊത്തി ചിരിച്ചു. അപ്പുറത്ത് കൃഷ്ണമംഗലത്തിന് മുറ്റത്ത് നിന്ന് ഇന്ദിരാമ വരെ ചിരിച്ചുപോയി. ആകെപ്പാടെ നാണം കിട്ടുപോയി സുകന്യ. സുകന്യ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ആകെപ്പാടെ വിഷമത്തോടു കൂടി സുകന്യ കൃഷ്ണമംഗലത്ത് വന്ന് രാജരോട് കാര്യങ്ങളൊക്കെ പറയണം. എന്നെ കളിയാക്കിയിരിക്കുന്നു, കോലം കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, കൊള്ളത്തില്ലെങ്കിൽ അവർക്ക് എന്നെ ഒന്ന് ഉപദേശിച്ചുകൂടെ? അല്ലെങ്കിൽ ഇത്തവണ എങ്ങനെയായി, അടുത്ത തവണ നന്നാക്കാനൊക്കെ പറഞ്ഞുകൂടെ? എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചുകൂടെ? അതിന് പകരം എല്ലാവരും കൂടെ കളിയാക്കി ചിരിച്ചിരിക്കുന്നു. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒക്കത്തിന്. ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എല്ലാത്തിനും ഞാൻ നല്ല തിരിച്ചടി എന്നെ കൊടുക്കുമെന്ന് പറഞ്ഞു. രാജശ്രീ പറഞ്ഞു, സുകന്യെ, ഇവിടെയാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. ബുദ്ധി പ്രയോഗിക്കണം? അതെ, നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇവിടെ നമ്മൾ തിരിച്ചടി കൊടുക്കണ്ടേ കൈയും കൊണ്ടല്ല കൊടുക്കണ്ടേ. പക്ഷെ എങ്കിൽ പകരം അവരെ തമ്മിൽ തെറ്റിച്ചിട്ടോ. അതെ, മീനാക്ഷിയും മിത്രയും ശ്രീദേവിയും തമ്മിലടിപ്പിക്കണമെന്ന് പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർ അവിടെ കൂടണം. അതിനുള്ള ഭാഗം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ല, അതെങ്ങനെ? അതിനാണ് പറഞ്ഞ് ബുദ്ധി പ്രയോഗിക്കണം എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും അവർ ഐക്യത്തോടെ പോകാൻ പാടില്ല. അപ്പോഴേക്ക് സൂര്യന് പറഞ്ഞ, അത്ര എളുപ്പമുള്ള കാര്യമല്ല ചേച്ചി. അവർ തമ്മിലുള്ള ബന്ധം അടുപ്പമൊക്കെ അത്ര ഉറപ്പുള്ളതെന്ന് പറയണം. അതെ, ഉറപ്പുള്ളതാണെങ്കിൽ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചാണെങ്കിലും ആ കോൺക്രീറ്റ് നമ്മൾ തകർക്കണം. അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അതിനാണ് ബുദ്ധി പ്രയോഗിക്കണം എന്ന് പറഞ്ഞേ. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്തു. ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ കൊടുക്കുന്ന അടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആഘാതം കൂടുതൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നീ ഇപ്പൊ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കൊള്ളാൻ പറയണം. അത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി സുകന്യയ്ക്ക്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പയറ്റാലോ എന്നൊരു ചിന്തയുണ്ടായി. പിന്നീട് ബാലൻ കടയിലെ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രാമേട്ടനെ വിളിച്ചു. രാമേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, രാമേട്ട, ഇതാ പൈസ എന്ന് പറയണ. പൈസ? ഇതെന്തിനാ?
രാമേണ്ട ശമ്പളോ എന്ന് പറയണ. ശമ്പളോ അതിന് 1-ാം തീയതി ഒന്നും അല്ല. 1-ാം തീയതി ആണോ നിൽക്കുക? പിന്നെ ഇന്ന് 1-ാം തീയതി അല്ലേ? അല്ല ബാല, ഞാൻ ഇതിലായിട്ട് നിന്നോട് ശമ്പളം ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇന്ന് മുതൽ ഇങ്ങനെയായിരിക്കും. ദേ കൃത്യമായിട്ടുള്ള ശമ്പളം ഉണ്ട്, ഇതങ്ങോട്ട് പിടിച്ചോളാൻ പറയണം. അത് കേട്ടപ്പോ രാമേട്ടൻ പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ. ഞാൻ ഇവിടുത്തെ വെറും ശമ്പളക്കാരൻ മാത്രമാ. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഇന്നത്തോടു കൂടി ഞാൻ ഇവിടുത്തെ ജോലി അങ്ങ് നിർത്തിയേക്കാം. ശമ്പളം മേടിച്ചിട്ട് ഞാൻ പോയേക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ ശമ്പളം മേടിച്ച് ജോലി ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും കടയിൽ കയറിയേ പോരായിരുന്നോ. ഞാന് ദേ ഇന്ന് ഈ നിമിഷം വരെ ആലോചിച്ചുകൊണ്ടിരുന്നേ എന്റെയും കൂടെ ഗോമതി സ്റ്റോഴ്സ്. അതുകൊണ്ട് ഗോമതി സ്റ്റോഴ്സിലെ പണികളൊക്കെ ഞാൻ ചെയ്യണം. അല്ലാതെ ഞാൻ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല നിന്നിരുന്നേ. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നിന്നോട് പൈസ ചോദിക്കുന്നല്ലാതെ ഞാൻ ഇന്ന് വരെ ശമ്പളമായിട്ട് ചോദിച്ചിട്ടുണ്ടോ? സ്വന്തം കടയിൽ ആരെങ്കിലും ശമ്പളം ചോദിക്കൂടാ. ഇതെല്ലാം കേട്ട് ഞാൻ ബാലിന് വിഷമായി. അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, എന്താടാ ബാല, നിനക്ക് ഇത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കണം. ബാലന് ആകപ്പാടെ വിഷമിച്ച് കരയാണ്. രാമേട്ടൻ പറഞ്ഞു, എന്ത് പ്രശ്നത്തിന് നമുക്ക് പരിഹാരമുണ്ട്, നീ കാര്യം എന്താ വെച്ചാ പറ. രാമേട്ട, തകർക്കും കുടുംബത്തെ, ഈ ഗോമതി സ്റ്റോഴ്സിനെ തകർക്കും അവളെന്ന് പറയണം. ആര് തകർക്കുന്ന കാര്യത്തെക്കുറിച്ചാ പറഞ്ഞേ? ആ സുകന്യ ഉണ്ടല്ലോ, അവളാന്ന് പറയണം. സുകന്യോ? ധർമ്മന്റെ ഭാര്യ? അതേന്ന് പറയാ. അല്ല അതിപ്പോ എന്താ ഉണ്ടായത്? പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ധർമ്മന്റെ ശമ്പളത്തെക്കുറിച്ച് ചോദിച്ച് എന്നെ അധിക്ഷേപിച്ചിരിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും രാമേട്ട? എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. അവള് ശരിക്കും ഒരു വിഷസർപ്പമാ. അവൾ ആ കുടുംബത്തെ താർക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിരിക്കുന്നേ. കൃഷ്ണമംഗലത്തുനിന്ന് അച്യുതവർമ്മ, രാജശ്രീ എല്ലാവരും കൂടെ ചേർന്ന് അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നതെന്നൊക്കെ പറയുക. അതെല്ലാം കേട്ടിഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, സമാധാനമായിട്ടിരിക്കുക. എങ്ങനെ സമാധാനിക്കാനാ രാമേട്ട? അവള് വീടിനെ കുട്ടിച്ചോറാക്കും കണ്ടു. ധർമ്മന്റെ മനസ്സിലേക്കും വിഷം കുത്തി നിറയ്ക്കും. നല്ലൊരു പെൺകുട്ടി ധർമ്മന്റെ ജീവിതത്തിലേക്ക് വന്നെന്ന് ഞാൻ മോഹിച്ചിരുന്നേ. അങ്ങനെ വന്ന സന്തോഷമായിട്ട് ജീവിതം ഉണ്ടാവുമല്ലോ എന്ന് കരുതി അതിനുവേണ്ടി നല്ലൊരു കല്യാണം ആലോചിച്ചേ. പക്ഷേങ്കില് അത് കൃഷ്ണമംഗലംകാർ തകർത്തില്ലേ. എന്നിട്ടിപ്പോ ഒരു ആലോചന കൊണ്ടുവന്ന് വന്നിരിക്കുന്നു. സുകന്യയുടെ കഴുത്തിൽ താലി ആർത്തിയോട് കൂടിയിട്ട് ധർമ്മന്റെ ഉള്ള സ്വസ്ഥത സമാധാനം പോയെന്ന് എനിക്ക് തോന്നേ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് രാമേട്ട. രാമേട്ടൻ പറഞ്ഞു, നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയല്ലേ, എന്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നിന്റെ വിഷമങ്ങളൊക്കെ മാറിക്കോളും. അതൊക്കെ വെച്ചപ്പോൾ നിനക്ക് എന്താടാ ബാല, നീ സങ്കടപ്പെടാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ബാലിനെ സമാധാനിപ്പിക്കുക. പക്ഷെ ബാലിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.